ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനസ് ടോക്സ്. ഞാൻ അനസ് യൂസഫ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് ഈ ജേഴ്സിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഈ ജേഴ്സി മാത്രമല്ല, ISLലെ കിറ്റ് മാനുഫാക്ചേഴ്സ് ഉണ്ട്. ഒരുപാട് കിറ്റ് മാനുഫാക്ചേഴ്സ് ഉണ്ട്. സോ ആ കിറ്റ് മാനുഫാക്ചേഴ്സും ടീമും തമ്മിലുള്ള ബിസിനസ് എങ്ങനെയാണെന്നും അത് എങ്ങനെയാണ് ഫാൻസിന് ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒരുപാട് മാനുഫാക്ചേഴ്സ് ഉണ്ട്. അതൊരു മിഡിൽ ലെവൽ മാനുഫാക്ചേഴ്സ് ആണ് കൂടുതലുള്ളത്. ഇപ്പോൾ 656, റൈനർ, പെർഫോമാക്സ്, അങ്ങനത്തെ മാനുഫാക്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്യൂമ, നൈക്ക്, അഡിഡാസ്, അങ്ങനത്തെ മാനുഫാക്ചേഴ്സ് ഉണ്ട്. സോ ആദ്യം നമുക്ക് മിഡിൽ ബ്രാൻഡ് മാനുഫാക്ചേഴ്സിനെ നോക്കാം. ഈ മിഡിൽ ബ്രാൻഡ് മാനുഫാക്ചേഴ്സിനെ ക്ലബ്ബുകൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് ക്ലബ്ബുകളുടെ ബെനിഫിറ്റ്? മിഡിൽ ലെവൽ മാനുഫാക്ചേഴ്സ് ഏത് ക്ലബ്ബുകളായിട്ടാണോ അവർ ടൈപ്പ് ചെയ്യുന്നത്, ആ ക്ലബ്ബുകൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർക്ക് വേണ്ട ജേഴ്സീസ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ മെർച്ചൻഡൈസ് പ്രൊവൈഡ് ചെയ്യും. ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ തന്നെ നല്ലൊരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ നല്ലൊരു എമൗണ്ട് വരുന്ന ഒരു എക്സ്പെൻസാണ് കിറ്റ് എന്ന് പറയുന്നത്. സോ ആ കിറ്റുകളിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 30 പ്ലേയേഴ്സ് ഒരു ടീമിലുണ്ടാവും. അതിൽ നമ്പർ ഓഫ് കിറ്റ്സ് വേണം. അതായത് പ്രാക്ടീസ് കിറ്റുകൾ വേണം, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കിറ്റുകൾ വേണം, ട്രാവലിംഗ് കിറ്റുകൾ വേണം, അങ്ങനെ മെർച്ചൻഡൈസുകൾ വേണം. ഇതൊക്കെ വേണം. അതും നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഒരു പ്ലെയറിന് തന്നെ വേണ്ടി വരും. സോ വലിയൊരു എമൗണ്ട് കൊടുക്കുന്ന സ്ഥലത്ത് ഈ മിഡിൽ ബ്രാൻഡുകളായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ അവർ ഫ്രീ ഓഫ് കോസ്റ്റിനോ അല്ലെങ്കിൽ വലിയൊരു എമൗണ്ട് ഡിസ്കൗണ്ടിനോ ഈ കിറ്റ്സ് എല്ലാം ടീമുകൾക്ക് അവൈലബിൾ ആക്കും എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. ഇൻ റിട്ടേൺ എന്താണ് ഈ മിഡിൽ ബ്രാൻഡുകൾക്കുള്ള ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ക്ലബിനായിട്ടാണ് അവർ ടൈപ്പ് ചെയ്യുന്നത് ആ ക്ലബിൻ്റെ ഒഫീഷ്യലായിട്ട് അവരുടെ ജേഴ്സീസ് സെല്ല് ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് ഈ ടീമിൻ്റെ നിന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ് ഇവരുടെ ബെനിഫിറ്റ്സ്. സോ അതിന് ഇൻ റിട്ടേൺ ആയിട്ട് ഏതാണോ ആ ബ്രാൻഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഈ ടീമിൻ്റെ ജേഴ്സീസിൻ്റെ സെയിൽസ് നടത്തുമ്പോൾ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിഞ്ഞിട്ട് വലിയൊരു പെർസെൻറ്റേജ് അവർക്ക് അവരുടെ പ്രോഫിറ്റ് ആയിട്ടും, അതുപോലെ ക്ലബിന് കൊടുത്ത കിറ്റിൻ്റെ ഒരു എക്സ്പെൻസ് കവറപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ നല്ല സെയിൽസ് വരികയാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇതേപോലത്തെ ISL ക്ലബ്ബുകളായിട്ട് അവർ നല്ലൊരു ടൈപ്പിൽ എത്തുകയാണെങ്കിൽ അവർക്ക് ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളെങ്കിൽ അവർക്ക് നല്ലൊരു ബ്രാൻഡ് ബിൽഡിങ്ങിനും കൂടിയുള്ള പോസിബിലിറ്റിയാണ് ഒരു ക്ലബിനായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ടാവുന്നത്. ക്ലബിന് ഒരു എക്സ്ട്രാ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 600 റുപ്പീസാണ് മെർച്ചൻഡൈസിന് വരുന്നെങ്കിൽ ഒരു 200 ഇവരുടെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നാൽ 300 ഈ പറയുന്ന കിറ്റ് മാനുഫാക്ചേഴ്സ് അവരുടെ പ്രോഫിറ്റായി എടുത്താലും ബാക്കി വരുന്ന ഒരു 100 റുപ്പീസ് ക്ലബിൻ്റെ പ്രോഫിറ്റ് ഷെയർ പോലെ ക്ലബിന് കിട്ടും. സോ ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു എക്സ്പെൻസ് ഒന്നെങ്കിൽ പൂർണ്ണമായി ഇല്ലാതാവും, അല്ലെങ്കിൽ അവർക്കൊരു വലിയ ഡിസ്കൗണ്ടിൽ അത് കിട്ടും. അപ്പോൾ ചെറിയ എക്സ്പെൻസേ വരുള്ളൂ, പ്ലസ് അഡീഷണൽ ഇൻകം കൂടി കിട്ടുകയാണ് ഈ ഇൻകം മിഡിൽ ബ്രാൻഡിനായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഇതേ സമയം ഈ ക്ലബിൻ്റെ ഫാൻസ് ആണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, മിഡിൽ ബ്രാൻഡ്സിൻ്റെ റേറ്റ് എല്ലാം എക്കണോമിക്കലായിരിക്കും. സോ ആ എക്കണോമിക് റേറ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈസിലി അവരുടെ ഇഷ്ടപ്പെട്ട ടീമിൻ്റെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് വാങ്ങിക്കാൻ സാധിക്കും എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് വാങ്ങിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ക്ലബിലോട്ട് ഒരു അഡീഷണൽ ഇൻകം കൊടുക്കുകയും, അതുപോലെ തന്നെ പ്രൗഡായിട്ട് നമ്മളുടെ ക്ലബിൻ്റെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ഇടുക എന്ന് പറയുന്ന ഒരു പ്രൗഡ് ഫീലിംഗ് കൂടി ആ ഫാനിന് കിട്ടും എന്നുള്ളതാണ് മിഡിൽ ബ്രാൻഡ്സ് ഉപയോഗിക്കുന്നുണ്ടാവുന്ന കാര്യം. അതർ സൈഡിൽ ഇപ്പോൾ ടോപ്പ് ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ പ്യൂമ, നൈക്ക്, അഡിഡാസ്, അങ്ങനത്തെ ടോപ്പ് ബ്രാൻഡുകളുണ്ട്. അങ്ങനെയുള്ള ടീമുകളുണ്ടല്ലോ, ഉപയോഗിക്കുന്ന ടീമുകൾ, അവരുടെ ബിസിനസ് എങ്ങനെയാണ്? അവരുടെ അതർ സൈഡിൽ പറയുമ്പോൾ ഈ മിഡിൽ ബ്രാൻഡ് കൊടുക്കുന്നവർ ഒരു ഫ്രീ ഓഫ് കോസ്റ്റോ അല്ലെങ്കിൽ വലിയൊരു ഡിസ്കൗണ്ടിലോ ഒന്നും അവർ വലിയ ബ്രാൻഡുകൾ ടീമുകൾക്ക് കിറ്റ്സ് അവൈലബിൾ ആക്കില്ല. സോ ക്ലബ്ബുകൾക്ക് വലിയൊരു പെർസെൻറ്റേജ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു എമൗണ്ട് ഈ കിറ്റിന് വേണ്ടി മാത്രം മാറ്റി വെക്കേണ്ടതായിട്ട് വരും ഈ ക്ലബ്ബുകൾക്ക്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് കമ്പയറിങ് ടു ദ മിഡിൽ ബ്രാൻഡ്സ് അവർക്ക് കുറച്ചും കൂടി ഹൈ ക്വാളിറ്റി ഉള്ള മെർച്ചൻഡൈസ് അല്ലെങ്കിൽ ജേഴ്സീസ് യൂസ് ചെയ്തിട്ട് കളിക്കാൻ പറ്റും എന്നുള്ളതാണ്
പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അവർ ഉപയോഗിക്കുന്നത് ഈ ലെവലിലുള്ള ടോപ്പ് ലെവലിലുള്ള മെർച്ചൻഡൈസ് അല്ലെങ്കിൽ ജേഴ്സീസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇൻ റിട്ടേൺ ഈ പറയുന്ന പോലെ ഇവർ റൈറ്റ്സ് വാങ്ങിക്കുമ്പോൾ ഇവർ ഒഫീഷ്യൽ, ഇപ്പോൾ പ്യൂമ ആണെങ്കിലും നൈക്ക് ആണെങ്കിലൊക്കെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി സെയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് ക്ലബിന് കിട്ടും എന്നുള്ളതും കൂടിയാണ് ഒരു അഡീഷണൽ ബെനിഫിറ്റ്സ്. പക്ഷേ ബാക്കിയുള്ള മിഡ് ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 500-നോ 600-നോ ഒക്കെ കിട്ടുന്ന സാധനം അവിടെ 2000-നും 2500-നും 3000-നും ഒക്കെ ഒരു മെർച്ചൻഡൈസിൻ്റെ കോസ്റ്റ് വരും. ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത്രയും കാശ് കൊടുത്തിട്ട് അത് വാങ്ങിക്കാനുണ്ടാവുന്ന നമ്പേഴ്സിൻ്റെ എണ്ണം കുറയുകയും അവർക്ക് ഒഫീഷ്യൽ മെർച്ചൻഡൈസ് അവരുടെ ക്ലബിൻ്റെത് വാങ്ങിക്കാൻ സാധിക്കാണ്ടിരിക്കും. ഇപ്പം നമുക്ക് വെറുതെ ഇരുന്ന് എൻ്റെ ക്ലബ്ബ് ഒരു പ്യൂമയുടെ കിറ്റ് ഉപയോഗിക്കണം അല്ലെങ്കിൽ അഡിഡാസിൻ്റെ കിറ്റ് ഉപയോഗിക്കണം എന്നൊക്കെ നമുക്ക് പറയാം. നമ്മൾ വാങ്ങിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ക്ലബിൻ്റെ കിറ്റ് നമുക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, പ്രൗഡായിട്ട് നമ്മളുടെ കിറ്റ് ഒഫീഷ്യലി ഇട്ടണം, അതിൻ്റെ ഒറിജിനൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് മിഡിൽ ലെവൽ ബ്രാൻഡുകളാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ക്ലബ്ബുകളുടെ ഓപ്പറേഷൻ കോസ്റ്റ് കുറയുകയും ചെയ്യും, അഡീഷണൽ ഇൻകം വരും. ടോപ്പ് ലെവലിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ആ ഒരു ബ്രാൻഡ് നെയിം കീപ്പ് ചെയ്യാം. നമ്മൾ പ്യൂമയുടെയാണ് ഉപയോഗിക്കുന്നത്, നൈക്കിൻ്റെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഹയർ ബ്രാൻഡ് നെയിം ക്രിയേറ്റ് ചെയ്യാം. അതർ സൈഡിൽ അവരതൊരു എക്സ്പെൻസ് ആയിട്ട് കാണണം, വലിയ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അതിനൊരു ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ആയിരിക്കും മാക്സിമം ഈ ടോപ്പ് ബ്രാൻഡുകൾ ക്ലബ്ബുകൾക്ക് കൊടുക്കുക. ചിലപ്പോൾ അവർ ഡിസ്കൗണ്ട് പോലും കൊടുക്കില്ല. അതർ സൈഡിൽ അവരുടെ ഫാൻസ്, ഇപ്പോൾ ഒരു മിഡിൽ ലെവലിൽ ഒരു 1000 പേര് പർച്ചേസ് ചെയ്യുമ്പോൾ ടോപ്പ് ലെവൽ ബ്രാൻഡ്സ് പർച്ചേസ് ചെയ്യുന്നവരുടെ എണ്ണം 200-ഓ 250 ഒക്കെ ആവും. അപ്പോൾ അവർക്ക് കിട്ടുന്ന പെർസെൻറ്റേജും കുറവായിരിക്കും. സോ ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സ്പെൻസ് ആണ്. അവരെ കിട്ടുന്ന ഇൻകം വെച്ചിട്ട് അവർക്ക് അത് മീറ്റ് ചെയ്യാൻ സാധിക്കാണ്ട് വരും. ഇങ്ങനെയാണ് ഇന്ത്യയിലെ കിറ്റ് മാനുഫാക്ചറിങ് ബിസിനസ് കടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഒരു ആസ് എ ഫാൻ എനിക്ക് എൻ്റെ ക്ലബിൻ്റെ ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ഇടണം എന്നാണ് ആഗ്രഹം. സോ ഐ പ്രിഫർ ടു ബി ഓൾവേസ് ഓൺ എ മിഡ് ലെവൽ ബ്രാൻഡ്. സോ എനിക്കത് ഒഫീഷ്യൽ ക്ലബിൻ്റെ മെർച്ചൻഡൈസ് വാങ്ങിച്ച് യൂസ് ചെയ്യാം, പ്രൗഡായിട്ട് അത് ഇടാം എന്നുള്ളതാണ്. എല്ലാ സീസണിലും വേണമെങ്കിൽ എല്ലാ സീസണിലും വാങ്ങിക്കാനൊരു ഓപ്ഷനായിട്ട് വരും. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ആൻഡസ് യൂസഫ്.